ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു പവർ ബാങ്കാണ്. അത് MI എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ Mi 2i എന്ന് പറഞ്ഞ പവർ ബാങ്കാണ്, 10,000 mAh. അപ്പം ഇതാണ് സാധനം. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് കുറേ ആയി, ഇത് യൂസ് ചെയ്തു, അതിൻ്റെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ, ഇതിൻ്റെ കുറേ ഗുണങ്ങൾ, പിന്നെ ഇതിൻ്റെ കുറച്ച് പോരായ്മകൾ, ഇതെല്ലാം നമ്മൾ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം പുതിയ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽ നോക്കാം. അപ്പം ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം. സ്റ്റാർട്ടിങ് തന്നെ Mi പവർ ബാങ്ക് 2i 10,000 mAh 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പം ഇപ്പോഴത്തെ പവർ ബാങ്ക്സ് ഒക്കെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഇതിൽ. അപ്പം കുറേ പഴയ ഇതിലൊന്നും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആകത്തില്ല. അപ്പോൾ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അപ്പം നിങ്ങൾക്ക് സ്പീഡിൽ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറയാം. ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് തുറന്ന് നോക്കാം. നോക്കുന്നത് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ പവർ ബാങ്കാണ്. നമുക്കിത് മാറ്റി വെക്കാം. ജസ്റ്റ് അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് അകത്തൊരു പേപ്പറുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, ഒരു വൈറ്റ് പേപ്പറുണ്ട്. ജസ്റ്റ് നമുക്കിത് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതാണ് വൈറ്റ് പേപ്പർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പാക്കിംഗ് ഒന്നും കാണത്തില്ല, അത് കവറൊന്നുമില്ല. അതാണ് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ പേപ്പറുണ്ട്. ഇതെങ്ങനെ അഴിക്കുന്നത് ഫ്രണ്ട്സ്, ഇത് ഭയങ്കര വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അഴിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ ഡേറ്റ കേബിൾ ഉണ്ട്. ഡേറ്റ കേബിൾ ചെക്ക് ചെയ്യുമ്പം നോർമൽ മൈക്രോ യു എസ് ബി തന്നെയാണ്, അല്ലാതെ ടൈപ്പ് സി ഒന്നും അല്ല. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ, വലിയ ലെങ്ത് ഇല്ലല്ലോ, അത്യാവശ്യം ലെങ്ത്. ഇത് നമ്മുടെ മെയിൻ സാധനം, ഒത്തിരി വലിയ സംഭവം ഒന്നും പറയാനല്ല. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. കളർ ബ്ലൂ ആണ്. ഇതിന് ഡിഫറെൻറ്റ് കളർ അവൈലബിൾ ആണ്. 3 കളർ ഇത് അവൈലബിൾ ആണ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ്. നമ്മൾ സെലക്ട് ചെയ്തത് ബ്ലൂ ആണ്. അപ്പം നല്ല ലുക്കാണ് കേട്ടോ കാണാൻ, അടിപൊളി സാധനമാണ്. മിയുടെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ. പിന്നെ വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലെങ്കിലും സംഭവം ബിൽഡ് അടിപൊളിയാണ് കേട്ടോ. ഇതെനിക്കൊന്ന് അലുമിനിയം ആണെന്ന് തോന്നുന്നു കേട്ടോ കോട്ടിങ്. അപ്പം ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഔട്ട്പുട്ട് ഉണ്ട് ഫ്രണ്ട്സ്. 2 ഔട്ട്പുട്ടിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ്. ഫസ്റ്റ് ഔട്ട്പുട്ടിലാണെങ്കിൽ 5 വോൾട്ട് 2.4 ആംപെയറും, സെക്കൻഡ് ഔട്ട്പുട്ടിലാണെങ്കിൽ 9 വോൾട്ട് 2 ആംപെയറും ആണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. അപ്പം നിങ്ങൾക്ക് ഒരേ സമയം ഇത് രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യാം. എനിക്ക് ഉപയോഗിച്ച് നോക്കി, അടിപൊളിയായിട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ പെട്ടെന്ന് 18 വാട്ടിൻ്റെ ആ ഒരു ബിൽഡപ്പ് ഉണ്ട് കേട്ടോ. ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. ഏകദേശം 1.5-3 മണിക്കൂറുകൊണ്ടൊക്കെ തന്നെ ഫുൾ ചാർജ് ആകാൻ പറ്റുന്നുണ്ട്. അപ്പം അടിപൊളിയാണ്. ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി വേറെ അപ്പീലൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുവാണെങ്കിൽ അലുമിനിയം കോട്ടിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് അലുമിനിയം കോട്ടിംഗ് ആണ്. നല്ല ബിൽഡാണ് കേട്ടോ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പവർ സപ്ലൈ പറയുകയാണെങ്കിൽ 5 വോൾട്ട് 2 ആംപെയറും 9 വോൾട്ട് 2 ആംപെയറും ആവും. ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റർ ഉണ്ട്, 4 LED, ചെറിയ LED ഉണ്ട്. അതായത് നമുക്ക് ചാർജ് എത്ര ആയി, ഫുള്ളായി നോക്കാൻ പറ്റും. അപ്പം അതൊരു വലിയ ഓപ്ഷനാണ്. കാരണം ഇപ്പോഴത്തെ ചില പവർ ബാങ്കിനൊന്നും എത്ര ചാർജ് ആയെന്ന് കൂടെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. 3 വൈറ്റ് ഡോട്ട് ഉണ്ട്, അതിലനുസരിച്ച് ഫുൾ ചാർജ് ആണോ അല്ലെന്ന് അറിയാൻ പറ്റും. പിന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ചാർജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഒന്നും ഇല്ല. അടിപൊളി ബിൽഡാണ്. പിന്നെ MI എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ട്രസ്റ്റും ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലിപ്പറിയാന്ന് തോന്നുന്നു. കുറച്ച് സ്ലിപ്പറിയാണ് ഫ്രണ്ട്സ്. കാരണം അലുമിനിയം മെറ്റൽ ഫിനിഷ് ആയിട്ടാണ് കുറച്ച് സ്ലിപ്പറി. ഇപ്പോൾ നോക്കിയാൽ ഫ്രണ്ട് കണ്ടോ, ഇങ്ങനെ ഒരു കയ്യിലോട്ട് ജസ്റ്റ് ഏകദേശം ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ സ്ലിപ്പായി പോകും. അപ്പം അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നു. കാരണം ഇച്ചിരി ലെതർ ഫിനിഷ് ഒക്കെ ചില പവർ ബാങ്ക് ഉണ്ടല്ലോ ലെതർ ഫിനിഷ്, ഇപ്പോൾ ഫിലിപ്സിൻ്റെ ആയാലും ഞാൻ യൂസ് ചെയ്യുന്നതായാലും ലെതർ ഫിനിഷ് ആണെങ്കിൽ ഇച്ചിരി സ്ലിപ്പറി അല്ലെന്ന് തോന്നുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല, ഹാൻഡിയാണ്. വെയിറ്റ് ഒക്കെ കുറവാണ് ഫ്രണ്ട്സ്, ലൈറ്റ് വെയിറ്റ് ആണ്. 276 ഗ്രാമേ ഉള്ളൂ, വലിയ വെയിറ്റ് ഒന്നുമില്ല. 10 mAh 10,000 mAh ആണ് തന്നെ, വലിയ വെയിറ്റ് ഒന്നുമില്ല. പോക്കറ്റിലൊക്കെ ഇട്ടുണ്ടൊക്കെ പോകാം. പക്ഷേ ഇതിൻ്റെ മെയിൻ എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്ലിപ്പറിയാണ്. അത് ഇച്ചിരി കോംപ്രമൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഫ്രണ്ട്സ്. ഇച്ചിരി കട്ടിക്ക് പിടിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു സ്ലിപ്പറിയാണ്. പക്ഷേ ഈ സ്ലിപ്പറി ആയതിൻ്റെ കാര്യം നല്ല മെറ്റീരിയൽ ബിൽഡാണ്. കാരണം അലുമിനിയം കോട്ടിംഗ് ആണ്. താഴെ വീണ് അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല ഈ സാധനം കേട്ടോ. ചളങ്ങ് അങ്ങനെ നല്ല ബിൽഡപ്പ് അടിപൊളിയാണ്. ഇനി 6 മന്ത് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ചാർജിൻ്റെ കാര്യമൊന്നും കുഴപ്പമില്ല. ഇപ്പം ഒരു 3 തവണ സുഖമായിട്ട് എൻ്റെ ഫോൺ ചാർജ് ചെയ്യാം. ഏകദേശം 4000 mAh 3800 mAh ഉള്ള ഫോൺ ഒരു 3 തവണ സുഖമായിട്ട് ഇതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റേറ്റിംഗ് ആണ്. ഇതിൻ്റെ ഓരോന്നിനും ഞാൻ റേറ്റിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പം റേറ്റിംഗ് നോക്കിയാലോ. ഇതിൻ്റെ ക്വാളിറ്റിക്ക് ഞാൻ 10ൽ 9 കൊടുക്കുന്നു, കാരണം അടിപൊളി ക്വാളിറ്റിയാണ്. ബാറ്ററി ബാക്കിന് 10ൽ 8 കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഡിസൈൻ ഞാൻ 10ൽ 8 കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു 9 കൊടുക്കാത്തതിൻ്റെ കാര്യം ഇച്ചിരി സ്ലിപ്പറിയാണ്, അതുകൊണ്ടാണ് ഞാൻ 9 കൊടുക്കാഞ്ഞത്. അതുകൊണ്ട് 10ൽ 8 കൊടുക്കുന്നുണ്ട്. പിന്നെ വാല്യൂ ഫോർ മണി ആണെങ്കിൽ 10ൽ 9 കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എവർ പവർ ബാങ്കാണ് ഇത് MIയുടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ പേര് വിഷ്ണു, ടെക് ടോക്ക് വളർത്തുന്നത്. നാളെ വീണ്ടും കാണാം. സി യു.